ഇത്ര പെട്ടെന്ന് രാവിലെയായോ? 7 മണിയായോ? ഇനിയിപ്പൊ അടുക്കളയ്ക്ക് ചെല്ലണ്ടേ? എനിക്കാണ് മേലാകെ വേദനിച്ചിട്ടും വയ്യ. എല്ലാം ഒപ്പിച്ചു വെച്ചിട്ട് കിടക്കുന്ന കണ്ടില്ലേ, ഒന്നും അറിയണ്ടല്ലോ. എന്തൊരു ക്യൂട്ടാണ് ഈ മരപ്പെട്ടി ഉറങ്ങുന്നത് കാണാൻ. അമ്മേ. ആ മോളെ, എണീറ്റോ രണ്ടാളും? ആ അമ്മേ, അച്ഛൻ എണീറ്റിട്ടില്ല. സമയം അധികമൊന്നും ആയിട്ടില്ലല്ലോ. മോൾക്കും കുറച്ചുകൂടി നേരം ഉറങ്ങിക്കൂടായിരുന്നില്ലേ? എന്നാ മോള് ഈ ചായ കുടിച്ചിട്ട് ഇത് അച്ഛന് കൊണ്ടു കൊടുക്ക്. ആ ശരി അമ്മേ. പിന്നെ ഇത് അച്ഛനാണോ? ആ അതെ മോളെ. എന്നാ ഇന്ന് അച്ഛന് ഞാൻ ചായ കൊണ്ടു കൊടുക്കാം. ആ എന്നാ മോള് ചെല്ല്. അച്ഛാ, ഇതാ ചായ. ആ ആമി മോളെ, എന്നിട്ട് മോള് കുടിച്ചോ? ആ കുടിച്ചച്ചാ. അച്ഛൻ എണീറ്റില്ലേ? അവന് കൊടുത്തോ? ഇല്ലച്ചാ. എന്നാ ഞാനിത് കൊടുത്തിട്ട് വരാട്ടോ. എന്നാ മോള് ചെല്ല്. ഇവൻ ഇതുവരെ എണീറ്റില്ലേ? നിന്നെ എണീപ്പിക്കാൻ പറ്റുമെന്ന് ഞാനൊന്ന് നോക്കട്ടെ. അല്ല, നിനക്ക് ഇതുവരെ എണീക്കാനൊന്നും ആയില്ലേ? സമയം എത്ര ആയിന്നറിയോ? നിനക്ക് എന്താ വേണ്ടത്? ഞാൻ കുറച്ചുകൂടി ഉറങ്ങട്ടെ. എന്നെ ഇന്നലെ മൊത്തം നീ ഉറങ്ങാൻ സമ്മതിച്ചിട്ടില്ലല്ലോ. എന്നാ അങ്ങനെ നീ ഇപ്പൊ ഉറങ്ങണ്ട. എണീറ്റേ. നീ ഒരുമാതിരി കോളേജിക്ക് പോവാൻ വിളിക്കുന്ന പോലെ. എന്താണ് പട്ടി? ഇങ്ങോട്ടൊന്നും പറയണ്ട. എണീറ്റേ. ഇന്ന് നമുക്ക് വീട്ടിലേക്ക് പോണ്ടേ? പട്ടിയോ? ഒരു റെസ്പെക്ട് ഒക്കെ താടി. ഞാനിപ്പോ നിന്റെ ഭർത്താവല്ലേ. ഭർത്താവോ? അതൊക്കെ എപ്പോ? ഞാൻ അറിഞ്ഞില്ലല്ലോ. അങ്ങനെയാണോ? ആ അതെ, അങ്ങനെയാണ്. നിനക്ക് എന്താ വേണ്ടത്? രാവിലെ തന്നെ. ശരി, എന്തേലും കാണിക്ക്. ഇതാ ചായ. ഇത് കുടിച്ച് ഫ്രഷ് ആയിട്ട് താഴേക്ക് വാ. ഞാനെന്താ ഈ കാണുന്നത്? നിനക്ക് ചായ ഒക്കെ ഉണ്ടാക്കാൻ അറിയോ? കൊള്ളാലോ. മരപ്പട്ടി, വേണ്ടട്ടോ നീ. ഇത് ഞാൻ ഉണ്ടാക്കിയതൊന്നല്ല, അമ്മ ഉണ്ടാക്കിയതാ. എനിക്കപ്പോഴേ തോന്നി. അല്ലേലും നിന്നെ കൊണ്ട് ഇതിനൊന്നും പറ്റൂലെന്ന് എനിക്കറിയില്ലേ. നിനക്ക് എന്നെ വെറുതെ കടിച്ചു കീറാനല്ലേ അറിയുള്ളൂ. അച്ചു, ഫസ്റ്റ് ദിവസം തന്നെ എന്നെ കൊണ്ട് നീ പറയിപ്പിക്കണ്ടോ. ഞാൻ പോവാണ്, വേണേല് വാ. നിക്ക്. അച്ചു, എന്താ നിനക്ക് വേണ്ടത്? എന്ത് ചോദിച്ചാലും തരുമോ? എന്നാ ഇന്നലത്തെ പോലെ ഒരു റൗണ്ട് കൂടി പോയി വന്നാലോ? അയ്യടാ, ആ ആഗ്രഹം മോൻ മനസ്സിൽ വെച്ചാ മതി കേട്ടോ. മനുഷ്യ ഇപ്പൊ തന്നെ എങ്ങനെയൊക്കെയോ എണീറ്റ് നടക്കുക. അപ്പോഴാണ് അവന്റെ ഒരു ഒലിപ്പിക്കല്. എന്റെ ആമിക്കുട്ടീനെ ഞാൻ ഇന്നലെ വേദനിപ്പിച്ചോ? ഏയ്, തീരല്ല. നീ പിന്നെ കള്ളു കുടിച്ചിരിക്കുന്നില്ലേ, അതുകൊണ്ട് നിനക്കൊന്നും ഓർമ്മല്ലല്ലോ. നീ എന്റെ അടുത്തുനിന്ന് വാങ്ങിക്കും കേട്ടോ. എന്ത്? നിന്റെ തല. നിന്നോടൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല, ഞാൻ പോവാണ്. നിക്ക്. ഈ പെണ്ണ് മനുഷ്യന്റെ ഉറക്കം മൊത്തം കളഞ്ഞ്. അമ്മേ, എന്തെങ്കിലും ഹെൽപ്പ് വേണോ? വേണ്ട മോളെ. പിന്നെ നീ അവനെ കൂട്ടി വാ. എന്നിട്ട് രണ്ടാളും ചായ കുടിക്കാൻ നോക്ക്. ഇന്ന് വീട്ടിലേക്ക് പോണ്ടല്ലേ? ആ അമ്മേ, കുറച്ച് കഴിഞ്ഞിട്ട് പോണം. പിന്നെ ഈ പച്ചക്കറി എന്തിലേക്കാ? ഉച്ചക്കുള്ള കറിയിലേക്കാണോ? അല്ല മോളെ, ദോശക്ക് ചമ്മന്തി ഉണ്ടാക്കി. ഇനി സാമ്പാർ കൂടി വെക്കാന്ന് വിചാരിച്ചു, അതാ. എന്നാ അമ്മേ, ഇതിന്റെ കാര്യം ഞാൻ ഏറ്റു. ഇത് ഞാൻ ഉണ്ടാക്കിക്കോളാം. വേണ്ട മോളെ, നീ റെഡി ആവാൻ നോക്ക്. പോണ്ടതല്ലേ? ഏയ്, അതിനൊക്കെ ഇനിയും സമയമുണ്ട്. ഇത് ഞാൻ നോക്കിക്കോളാം. അമ്മയ്ക്ക് ഒരു 5 മിനിറ്റ് റെസ്റ്റ് ആയിക്കോട്ടെ. എന്നാ ശരി, മോള് ശ്രദ്ധിച്ചു ചെയ്യണേ. ഓക്കെ അമ്മേ, ഡോണ്ട് വറി. ഇത് ഈ ആമി ഏറ്റു. നന്ദേട്ടാ, നമ്മൾ ഒട്ടും പ്രതീക്ഷിച്ചതല്ലല്ലോ ആമി നമ്മുടെ മരുമകളായി വരുന്നത്. നീ പറഞ്ഞത് ശരിയാ.
ഇന്ന് മോള് വന്നിട്ട് അച്ഛ ഇതാ ചായ എന്ന് പറഞ്ഞപ്പോ എനിക്ക് വന്ന സന്തോഷം അത് പറഞ്ഞറിയിക്കാൻ പറ്റാത്തതായിരുന്നു. അതെ നന്ദേട്ടാ, അവൾക്ക് നമ്മളിപ്പോ ശരിക്കും അവളുടെ അച്ഛന്റെയും അമ്മേന്റെയും പോലെ തന്നെയാണ്. ഇതുപോലെ ഒരു മരുമകളെ കിട്ടിയത് നമ്മുടെ ഭാഗ്യല്ലേ. എന്നിട്ട് എവിടെ എന്റെ മോള്? അതൊന്നും പറയാതിരിക്കന്നെ നല്ലത്. ഇനി ഭൂമി കുലുങ്ങിയാലും 10 മണിയാവാതെ അവൾ എണീക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല. അല്ല, രണ്ടാളും രാവിലെ തന്നെ ആരെയാ ഇങ്ങനെ ട്രോളുന്നത്? നിന്നെ തന്നെ, അല്ലാതെ ആരെ? എനിക്ക് തോന്നി. നടക്കട്ടെ. അല്ല, എന്താ അവിടെ? ഇന്ന് ആമയുടെ സ്പെഷ്യൽ ആണോ ബ്രേക്ക്ഫാസ്റ്റ്? കണ്ടു പഠിക്ക്. നീ 10 മണിയായാലും എണീക്കൂല്ല, ഒരു പണിയും എടുത്തു തരില്ല. വെരി സോറി അമ്മേ, എന്റെ അടുത്ത് നിന്ന് ഇതുപോലെ ഒന്നും പ്രതീക്ഷിക്കണ്ട കേട്ടോ. ആ, ഇതൊക്കെ എവിടെ വരെ പോകുമെന്ന് നമുക്ക് നോക്കാം. എത്രയും പെട്ടെന്ന് തന്നെ ഇവളുടെ കല്യാണം അങ്ങ് നടത്തണം. പെണ്ണിന് ഇപ്പോഴും കുട്ടിക്കളി മാറിയിട്ടില്ല. അച്ഛാ, നോക്ക് അമ്മ പറയണത്. എന്താടി, അവള് എന്റെ സ്വത്തല്ലേ, അവൾ പണിയൊക്കെ എടുത്തോളും. നിങ്ങൾ ഒരൊറ്റ ആളാണ് ഇവളെ ഇങ്ങനെ കൊഞ്ചിച്ച് വഷളാക്കിയത്. പിന്നെ വൈശാഖിന്റെ വീട്ടിൽ പോയിട്ടും ഇത് തന്നെ ചെയ്യുമ്പോഴും നിങ്ങൾ ഇത് തന്നെ പറയണം കേട്ടോ. അച്ഛാ, ഒന്ന് നിർത്തിക്കേ നീ. എന്റെ മോൾ അതൊക്കെ അപ്പോ നോക്കിക്കോളും. അല്ലേലും അമ്മയ്ക്ക് എന്നേക്കാൾ ആമേനെയല്ല ഇഷ്ടം. അതൊക്കെ നമ്മൾ പണ്ടേ കേക്കല് തുടങ്ങിയതാ. അതുകൊണ്ട് എനിക്ക് വലിയ പ്രശ്നമായൊന്നും തോന്നണില്ല. അപ്പോ അച്ഛാ, അമ്മേ, ഞാൻ പോയി ഫ്രഷ് ആയി വരാ. അമ്മേ, ചായ എടുത്തു വെക്കട്ടോ. അപ്പൊ ബൈ. ദേ, കേട്ടില്ലേ നിങ്ങളുടെ പുന്നാര മോള് പറഞ്ഞു പോയത്? അവള് കൊച്ചല്ലടി. കൊച്ച് കെട്ടിക്കാൻ പ്രായമായി. നിങ്ങളോടൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല. ഞാൻ അടുക്കളയിലേക്ക് ചെല്ലട്ടെ. എവിടെ പോയി? ഞാനെന്താ ഈ കാണുന്നത്? ഇനിയിപ്പോ കാക്ക വല്ലതും മരുന്ന് പറക്കണുണ്ടോ? തിരക്കിട്ട് എന്തോ പണിയിലാണല്ലോ. അമ്മേ, പേടിച്ചു പോയി. നീ ആയിരുന്നോ? നീ എന്നെ ഒട്ടും പ്രതീക്ഷിച്ചില്ല അല്ലേ? ആടാ, ഞാൻ നിന്നെ പ്രതീക്ഷിച്ച് നിൽക്കുന്നു. നീ എപ്പോഴാ വന്ന് കെട്ടിപ്പിടിക്കാ എന്ന്. ഒന്ന് പൊയ്ക്കേ. ഡീ, ആ പോടാവിളി ഇനിയെങ്കിലും ഒന്ന് മാറ്റിക്കൂടെ? ഞാനിപ്പോ പണ്ടത്തെ പോലെ നിന്റെ ഫ്രണ്ട് മാത്രല്ല, ഞാൻ നിന്റെ ഭർത്താവ് കൂടിയാണ്. എനിക്കും ആഗ്രഹമൊക്കെ ഉണ്ടാവില്ലേ? എന്ത്? എന്റെ ഭാര്യ എന്നെ ഏട്ടാ എന്നൊക്കെ വിളിക്കണത്. അയ്യടാ, കണ്ടാലും വിളിക്കാൻ തോന്നും. എന്താണ് നിനക്ക് വിളിക്കാൻ പറ്റാത്ത കേട്? വിളിക്കടി. നീ എന്താ ഈ ചെയ്യണത്? ഞാൻ എന്താ ചെയ്യണത് എന്ന് നിനക്ക് മനസ്സിലായില്ലേ? വിളിച്ചിട്ടേ നിന്നെ ഞാൻ വിടുള്ളൂ. അച്ഛോ, വീട്ടേ, ഞാൻ അതൊന്ന് ഉണ്ടാക്കട്ടെ. നീ പറഞ്ഞിട്ടുണ്ടാക്കിയാ മതി. അച്ഛോ, എന്താടാ, ഒന്ന് പൊയ്ക്കേ. എന്താ നീ കാണിക്കുന്നത്? ഒന്ന് മാറി നിന്നേ. ആരെയും കാണട്ടോ. ഇത് അടുക്കളയാണ്. വീട്ടേ, ആരും വരൂല. ഇപ്പൊ ഇവിടെ ഞാനും നീയും മാത്രമേ ഉള്ളൂ. എനിക്ക് നാണം വരുന്നുട്ടോ. എന്ത്? അതിന് നിനക്കതൊക്കെ ഉണ്ടോ? ഒന്ന് പോടാ കളിയാക്കാണ്ട്. നീ പൊയ്ക്കേ, ഞാൻ ഒന്ന് ഉണ്ടാക്കട്ടെ. ഒന്ന് പോടാ. കണ്ടു. എന്തായാലും രണ്ടിനെ ഒന്ന് കളിയാക്കിയേക്കാം. അല്ല, എന്താ അവിടെ നടക്കണത്? ഇത് അടുക്കളയാണ് കേട്ടോ. ഇവിടെ വേറെ ആൾക്കാരും ഉണ്ട് എന്നൊക്കെ ഒന്ന് രണ്ടും ഓർക്കണം. മാറ്. ഓ, ഇവൾക്ക് വരാൻ പറ്റിയ സമയം. മനുഷ്യരൊന്ന് റൊമാൻറ്റിക് ആയി വരികയായിരുന്നു. വിജി, ഇവിടെ നിനക്ക് എന്താ വേണ്ടത്? എന്റെ അമ്മോ, എനിക്കൊന്നും വേണ്ട, ഞാൻ പോവാണ്. ഗൗരി, നിക്ക്, പോവല്ലേ.
അവള് വേണമെങ്കിൽ പൊയ്ക്കോട്ടെ, നീ എന്തിനാ പിടിച്ചു വെക്കണത്? ഒന്ന് ചുമ്മാ ഇരുന്നേ നീ. ഗൗരി വാ, എനിക്ക് വേണ്ടത് കിട്ടി, ഞാൻ പോണേണ്. പിന്നെ ഏട്ടാ, ഇതൊക്കെ റൂമിൽ നിന്ന് ചെയ്താ പോരെ, പബ്ലിക്കായി വേണോ? ഡി ചീവിയുടെ, നിന്നെ ഞാനിന്ന്. നീ പോടാ മരപ്പട്ടി. ഓ, നിന്റെ അടുത്തുനിന്ന് കൂടി കിട്ടാനേ ഉണ്ടായിരുന്നുള്ളൂ, അതും കിട്ടി, സന്തോഷായി. കയ്യിലിരിപ്പും കൊണ്ടല്ലേ നിനക്ക് അങ്ങനെ തന്നെ വേണം. അങ്ങനെയാണോ? അങ്ങനെയല്ല. നീ വിശ്വസ്തതയുടെ നടുക്കണ്ടം പോരെ. നീ നീ പറഞ്ഞതാണ് ശരി, പോരെ. അങ്ങനെ ഇപ്പോ നീ എന്നെ ഒഴിവാക്കണ്ട, വന്നേ, എനിക്ക് കുറച്ച് ചോദിക്കാനുണ്ട്. നീ ഒന്നും ചോദിക്കണ്ട, ഇതുവരെ ചോദിച്ചതൊക്കെ ധാരാളം. നീ ചെന്നേ, എന്നെ ഇതൊന്നും ഉണ്ടാക്കാൻ സമ്മതിക്കോ? അച്ചു, എന്താണെന്ന് വിട്. ഞാൻ പോകുമെന്ന് പ്രതീക്ഷിക്കേ വേണ്ട. ഇവരെയും കൊണ്ട് ഞാൻ തോറ്റല്ലേ ഈശ്വര. ആബി, സാമ്പാർ അടിപൊളി, എനിക്ക് നന്നായി ഇഷ്ടായി. ഇതൊക്കെയാണോ കറി? വായിൽ വെക്കാൻ കൊള്ളൂല, ഉപ്പധികാണ്. അമ്മക്ക് ഉണ്ടാക്കിയാ പോരേന്നല്ലേ? എന്തിനാ വെറുതെ ഉണ്ടാക്കാൻ അറിയാത്തവരടുത്തൊക്കെ കൊടുത്ത് വെറുതെ കൊളാക്കിയത്? അങ്ങനെയാണോടാ അച്ചു? എന്നിട്ടാണോ നീ ഈ കറി ഇങ്ങനെ എടുത്തൊഴിക്കുന്നത്? അത് പിന്നെ. ഓ, ഒന്നും അറിയാത്ത പോലെ. നിന്നെ ഞാൻ ശരിയാക്കി തരാടാ മരപ്പട്ടി. മോളെ ആമി, എന്താ പറയാ, സാമ്പാർ എനിക്ക് നല്ല ഇഷ്ടായി. ഇവൻ പറയുന്നൊന്നും കാര്യമാക്കണ്ട കേട്ടോ നീ. ഏയ് ഇല്ലച്ചാ, എനിക്ക് നിങ്ങളടുത്തുനിന്നൊക്കെ ഇത് കേട്ടാ മതി. ഗീതയുടെ ആ കൈപുണ്യമാണ് മോൾക്കും കിട്ടിയിട്ടുള്ളത്. ഗൗരി, കണ്ടില്ല നീ ഇത്? തുടങ്ങി ഈ അമ്മ. എന്റെ പൊന്നോ, നിങ്ങൾ പറയുന്നതൊക്കെ കേട്ടിട്ട് എനിക്ക് തോന്നുന്നത് എന്താണെന്നറിയോ? എന്താ നിനക്ക് തോന്നുന്നത്? എന്നെയും നിന്നെയും തവിട് കൊടുത്ത് വാങ്ങിയതാ എന്നാ. എന്നെയല്ല, നിന്നെ. പിന്നെ സത്യമൊക്കെ നീ അറിഞ്ഞ സ്ഥിതിക്ക് ഇനി ഞങ്ങൾ ഒന്നും മറക്കണില്ല. നീ പറഞ്ഞത് ശരിയാടി, നിന്നെ തവിട് കൊടുത്ത് വാങ്ങിയതാ. ശരിക്കും സത്യാണോ ചവൻ പറയണത്? എന്റെ പൊന്ന് ഗൗരി, നീ തന്നെ ഇവൻ പറയുന്നത് ഇങ്ങനെ കണ്ണടച്ച് വിശ്വസിക്കുള്ളൂ. അപ്പോ നീ എന്നെ പറ്റിച്ചതാണല്ലേ? നിന്നെ ഞാൻ ശരിയാക്കി തരാടാ. നീ വേണ്ട, ആ മുടി പിടിച്ച് വലിക്കല്ലേ. സോറി അമ്മ. രണ്ടാളും തല്ലുകൂടാതെ ഭക്ഷണം കഴിച്ച് എണീറ്റ് പോയേ. നിന്നെ എന്റെ കൈ കിട്ടടാ, നോക്കിക്കോ. അച്ഛാ, എന്നാ ഞങ്ങള് പോയി വരാട്ടോ. ശരി മക്കളെ, സൂക്ഷിച്ചു പോയി വാ. അമ്മേ, എന്നാ ഞങ്ങൾ ഇറങ്ങുക. ഡി കേറ്. അല്ലച്ചു, കാറിൽ പോയാ പോരെ? നല്ല മഴ വരുന്നുണ്ട്. ഐസ്, എന്താണ് നീ പറയണത്? ബൈക്കിൽ പോയാലല്ലേ കെമിസ്ട്രി ഒക്കെ വർക്കാവുള്ളൂ. അത് നിനക്കറിയില്ല? കെമിസ്ട്രിയോ? ഡീ, ഒന്ന് പോയേ. ഈ ചീവീടിനെ ഇന്ന് ഇവക്കിതൊക്കെ എങ്ങനെയാ മനസ്സിലാവണത്? ഇത് വല്ലാത്ത സാധനം തന്നെയാണ് കേട്ടോ. ഞാനൊന്നും പറഞ്ഞില്ലേ. എന്നാ രണ്ടാളും ചെല്ല്. ഓക്കെ ഡി, എന്നാ ഞങ്ങൾ പോയി വരാട്ടോ. ഓക്കെ ഡി. പിന്നെ ബിഗ് ബ്രദറെ, കട്ടറിലൊന്നും ചാടാതെ നോക്കണേ. എന്റെ ദൈവമേ, ഇവളെ കൊണ്ടായല്ലോ. ഡി, നീയൊക്കെ എന്റെ അനിയത്തി തന്നെയാണോ? എനിക്ക് സംശയമുണ്ട് കേട്ടോ. എനിക്കും സംശയമില്ലായികയില്ല. ഇപ്പൊ നിങ്ങൾ ചെല്ല്, പോയി വന്നിട്ട് നമുക്ക് തീരുമാനിക്കാം. നേരം വൈകിക്കണ്ട, പോയി വാടാ. ബൈ ഡി. ഗീതേ, ദേ അവരെത്തി. മക്കളെ, കേറി വാടാ. അളിയ, എന്തൊക്കെ ഉണ്ട്? ഒന്ന് പോടാ പട്ടി. കേറി വാടാ. ഡി,
കാന്താരിയെ വാടി കേറ്. അല്ലടാ, എന്താ നേരം വൈകിയത്? എത്ര നേരായി ഞങ്ങൾ കാത്തിരിക്കണമെന്നറിയോ? അത് ഇടാ മഴയത്തൊന്ന് പെട്ടു, അതാ. അപ്പോ നിങ്ങൾക്ക് രണ്ടാക്കും കാറിൽ പോന്നാ പോരേന്നില്ലേ? ഏട്ടൻ എന്താ ഈ പറയണത്? അപ്പൊ കെമിസ്ട്രി എങ്ങനെ നടക്കും? കെമിസ്ട്രിയോ? ഇവളെന്തൊക്കെയാ ഈ പറയണത്? നിനക്ക് കത്തിയില്ല, എനിക്ക് മനസ്സിലായി. എന്റെ പൊന്നോ, രാവിലെ മുതൽ ഞാൻ എയറിലാണ്. ഡി എനിക്ക് മതിയായില്ലേ? ആ, നല്ല ടീമാ. അല്ല, ഇവിടെ നിക്കാണോ? അകത്തേക്ക് കേറു മക്കളെ. മോനെ അച്ചു, ഇരിക്കടാ. എന്നാ അങ്കിളെ ആന്റി, ഞങ്ങൾ ഇറങ്ങാണ്. മോനെ അച്ചു, മഴ വരുന്നുണ്ട്, എന്നാ വേഗം ഇറങ്ങാൻ നോക്ക്. അല്ലെങ്കിൽ കാറിൽ പോയിക്കോ. വേണ്ട അച്ഛാ, മഴ പെയ്യുമ്പോഴേക്കും ഞങ്ങൾ അങ്ങോട്ട് എത്തിക്കോളാം. അമ്മ എന്നാ ഞങ്ങൾ പോയി വരാട്ടോ. എന്നാ ശരി മക്കളെ, നിങ്ങൾ പോയി വാ. അയ്യേ, എന്തിനാ എന്റെ അമ്മുക്കുട്ടി കരയണത്? ഞാൻ ഇവിടെ അടുത്തന്നല്ലേ, പിന്നെന്താ? ആന്റി വിഷമിക്കണ്ട. ആന്റിക്ക് ഇവിടെ എപ്പോ കാണണമെന്ന് തോന്നിയ എന്നെ ഒന്ന് വിളിച്ചാ മതി. ആമിയെ ഞാൻ ഇവിടെ എത്തിക്കണ്ട്, പോരെ? എന്നാ അങ്ങനെ ആവട്ടെ അച്ചു. നീ അവളെ പൊന്നുപോലെ നോക്കുമെന്ന് എനിക്കറിയാം. എന്നാലും ഞാൻ പറയാ, അവളെ നീ ഒരിക്കലും കരയാൻ അനുവദിക്കരുത് കേട്ടോ. ഈ അമ്മയ്ക്ക് അത് താങ്ങാനാവില്ല. എനിക്ക് ജീവനുള്ളിടത്തോളം കാലം ഇവളുടെ കണ്ണിൽ നിന്ന് ഒരു തുള്ളി കണ്ണീര് പുറത്തു പോവാൻ ഞാൻ സമ്മതിക്കില്ല. ഇത് ഈ അശ്വിന്റെ വാക്കാ. അമ്മയ്ക്കത് കേട്ടാ പോരെ? അതുകൊണ്ട് എന്റെ ഈ അമ്മയ്ക്ക് ഞാൻ തരുന്ന വാക്കാണ്, ആമയ്ക്ക് അവിടെ ഒരു ബുദ്ധിമുട്ടുണ്ടാവില്ല. മോനെ അച്ചു, അമ്മക്ക് ഇത് കേട്ടാ മതി. ഇതിനപ്പുറം ഈ അമ്മയ്ക്ക് എന്താ വേണ്ടത്? ആ മക്കളെ, ഇനി സമയം വൈകിക്കണ്ട, ഇറങ്ങാൻ നോക്ക്. എന്നാ മച്ചന്മാരെ, നമുക്ക് നാളെ കാണാം. എന്നാ ശരിടാ, അങ്ങനെ ആവട്ടെ. പോയി വാ, ശ്രദ്ധിച്ചു പോണേ. അച്ഛാ, അമ്മേ, ഞാൻ പോയി വരാം. രാത്രി വിളിക്കണ്ടോ സഹോ? എന്നാ കാന്താരി, എന്നാ അങ്ങനെ ആവട്ടെ. അല്ല, എന്റെ വണ്ടിയിൽ നിന്ന് എന്തേലും ചാടിപ്പോയോ? ഇല്ലല്ലോ. എന്താടാ? അത് വീട്ടിൽ നിന്ന് എന്റെ കൂടെ ഒരാൾ കൂടി കേറിയിരുന്നു, പക്ഷെ ഒച്ചൊന്നും കേക്കണില്ല, അതുകൊണ്ട് ചോദിച്ചതാ. അത് പിന്നെ ഡി പൊട്ടിക്കാലേ, നീ കൂടി ഇങ്ങനെ ഡൗൺ ആവല്ലേ. നമുക്ക് എപ്പോ വേണമെങ്കിലും അവിടേക്ക് പോവാലോ. ആടാ, എന്നാലും അവരെയൊക്കെ ഓർക്കുമ്പോ എന്തോ ഒരു വിങ്ങലാണ് മനസ്സിന്റെ ഉള്ളില്. ദൈവമേ, ഇവളെ ഇങ്ങനെ ഞാനൊന്ന് സമാധാനിപ്പിക്കുക. ഡി ഏതായാലും ഇറങ്ങിയതല്ലേ, നമുക്കൊന്നൊരു നൈറ്റ് റൈഡ് പോയി വന്നാലോ? എന്താ നിന്റെ അഭിപ്രായം? എന്നാ പോവാ, പക്ഷേ ഖത്തറിലൊന്നും അധികം ചാടിക്കേണ്ടട്ടോ. നോക്കാം. ശോ, എന്തൊരു മഴയാ. ആമി, നമുക്ക് എവിടെയെങ്കിലും കേറി നിക്കാം. അച്ചു വേണ്ട, എന്ത് രസം ഇങ്ങനെ മഴയത്ത് പോവാനേ. ഡി പെണ്ണെ, പനി പിടിക്കട്ടോ. അതൊന്നും സാരല്ല, നീ വണ്ടി എടുക്ക്, വാ നമുക്ക് പോവാ. ആമി, നല്ല മിന്നൽ ഇടിയുണ്ട്. ഇങ്ങനെ മഴയത്ത് പോണത് നല്ലതല്ല. നീ വന്നേ. ഓക്കെ, എന്നെ എവിടെയും നിർത്ത്. ഡി തല തോർത്തിക്കേ. ശോ, ഈ പെണ്ണിനെ കൊണ്ട് ഞാൻ തോറ്റു. ആമി, മഴയത്തുനിന്ന് വന്നേ. അച്ചു, കുറച്ചു നേരല്ലേ, പ്ലീസ്. ഈ മാക്രി കുഞ്ഞിനെ കൊണ്ട് തോറ്റല്ലോ ഞാൻ. ഡി ഇങ്ങോട്ട് വാ. എന്താ അച്ചു? തെറ്റണ്ട, ഞാൻ പോണില്ല, പോരെ. നല്ല ആളാ, ഇനി എന്താ ചെയ്യാ? ഇനി ഒന്നും ചെയ്യാനില്ല. എത്രയും പെട്ടെന്ന് തന്നെ വീട്ടിലേക്ക് എത്തിയിട്ട് ആവി പിടിക്കാം, അതന്നെ നല്ലത്.
അങ്ങനെയാണേല് ഇന്ന് ചീത്ത ഉറപ്പാ. ആടി നീ തന്നെ ഇത് പറയണം. വാ, ഞാൻ തല തോർത്തി തരാം. എന്തുകൊണ്ട്? ടവലൊന്നും കയ്യിലില്ലല്ലോ. അതിനല്ലേ എന്റെ സാരി ഉള്ളത്. ഇങ്ങ് വാ. അച്ഛോ, എന്താ നീ ചെയ്യണത്? വീട്ട്, ഞാനൊന്ന് തോർത്തിക്കോട്ടെ. ഇല്ല, ഞാൻ എന്നെ വിടൂല. അശ്വിനെ, എനിക്ക് എല്ലാരെ തണുക്കുന്നുണ്ട് കേട്ടോ. വീട്. ആ, എന്നിട്ട് തണുത്തിട്ടാണ് മോള് മഴയത്ത് കളിച്ചത്. അപ്പൊ ഒന്ന് ചൂടായിക്കോട്ടെ. ഇന്ന് പാടി. ഇവനെ കൊണ്ട് ഞാൻ തോറ്റല്ലോ. ആരുമില്ലാതെ തോന്നുന്നു. കേറി വാ. ആടാ, ഞാൻ വരികയാണ്, നീ നടക്ക്. അമ്മേ, അച്ഛാ, ഇതാ 2 കോഴികൾ മഴ നനഞ്ഞു വന്നണു. ഡീ പിശാചെ, നിന്നെ ഞാൻ. അല്ല, എന്നിട്ട് കെമിസ്ട്രി വർക്കായോ? അപ്പൊ ഞാൻ പ്രതീക്ഷിച്ച പോലെ കെമിസ്ട്രി ശരിക്കും വർക്കായില്ലേ? ഇവളെ ഞാൻ ഒന്ന് കൊല്ലും, നോക്കിക്കോ. ഡീ എന്റെ ഈശ്വര, 2 മഴ നനഞ്ഞിട്ടാണല്ലോ വന്നത്. വേഗം പോയി തല തോർത്താൻ നോക്ക്. മോളെ, വേഗം ചെന്ന് ഫ്രഷായി വാ. അമ്മ വെള്ളം ചൂടാക്കി തരാം ആവി പിടിക്കാൻ. ആ, ശരി അമ്മേ. അച്ചു, വാ. നീ എങ്ങോട്ടാടി? നിനക്ക് കണ്ടിട്ട് മനസ്സിലായില്ല? ഞാൻ 5 സെന്റ് സ്ഥലം വാങ്ങാൻ പോവാ. എന്തേ? ഇപ്പോഴോ? എന്നാ ഞാനും വരട്ടെ. അയ്യടാ, ആ ആഗ്രഹം മോൻ മനസ്സിൽ വെച്ചാ മതി കേട്ടോ. എന്താടി, എന്തിനാ നമ്മൾ വെറുതെ വെള്ളം പാഴാക്കണത്? നമ്മളൊന്ന് ഒത്തുപിടിച്ചാ എത്ര വെള്ളം ലാഭിക്ക എന്നറിയോ നിനക്ക്? അത് സാരല്ല, ഈ കാരണം കൊണ്ട് വെള്ളം കഴിയാണെങ്കിലേ അതങ്ങ് കഴിഞ്ഞോട്ടെ. മോൻ പോയേ. ഡീ ഞാനും വരട്ടെ. അച്ചു, കുറെ നേരായി നിക്കണു. മഴവെള്ളം മുഴുവൻ തലയിൽ ഇറങ്ങിയിട്ടുണ്ടാവും. ജലദോഷം കൂട്ടണം നിനക്ക്. വേഗം പോയി കുളിച്ചു വാ. അതന്നെയല്ലേ ഞാനും പറയണത്. നിന്നോടൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല. നീ അപ്പുറത്തെ ബാത്റൂം യൂസ് ചെയ്താ മതി. ചെല്ല്, ചെല്ലേ, പോയൊന്ന്. ഓക്കെ, എന്നാലും ഒരു എന്നാലും ഇല്ല. മോൻ ചെന്നേ. മക്കളെ, നിങ്ങൾ 2 ഇപ്പൊ ആവി പിടിക്ക്. ഇത് കഴിയുമ്പോഴേക്കും അമ്മ ചുക്ക് കാപ്പി ഉണ്ടാക്കി തരാട്ടോ. ശരി അമ്മേ. ഡാ, ആദ്യം നീ ആവി പിടിച്ചോ, എന്നിട്ട് ഞാനാക്കിക്കോളാം. എന്താ നമുക്ക് ഒരുമിച്ച് പിടിച്ചാ? ഇവിടെ വാടി. ഡാ. ഹലോ ഗൈസ്, എങ്ങനുണ്ട് ഇപ്പൊ? ആടി, കുറവുണ്ട്, കുഴപ്പമില്ല. ആ, എന്നാ 2 ഇത് കുടിച്ചിട്ട് ഉറങ്ങാൻ നോക്ക്. ഗുഡ് നൈറ്റ്. എനിക്ക് അച്ഛൻ ഉറക്കം വരുന്നില്ലല്ലോ. ശോ, ഞാൻ കാരണല്ലേ ഇവനും കൂടെ ജലദോഷം പിടിച്ചത്. എന്നോട് എത്ര വട്ടം പറഞ്ഞതാണ് മഴയത്ത് പോണ്ടാന്ന്. അപ്പൊ എന്റെ ഒറ്റ വാശി. ഒക്കതിന് കാരണം നീയാണ് അമ്മി. എനിക്ക് അച്ഛൻ ഇവനെങ്ങനെ കാണാനും വയ്യ. സോറി അച്ചു. ഒന്ന് വിളിച്ചെണീപ്പിച്ചാലോ? വേണ്ട, റെസ്റ്റ് എടുത്തോട്ടെ.
കേട്ടോ. താഴെ താഴെ ലൈറ്റ് ഉണ്ടല്ലോ. ഡാ കളിക്കല്ലോ. അച്ചു വേണ്ട, ലൈറ്റ് ഇട്. ഡാ എനിക്ക് 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 ഇരുട്ട് പേടിയാണെന്ന് നിനക്ക് അറിയില്ലേ? എന്താ ഈ ചെയ്യണത്? ഹാപ്പി ബർത്ത്ഡേ മൈ ലവ്. പട്ടി, മനുഷ്യൻ പേടിച്ചു പോയി. ഇങ്ങനെയാണോ സർപ്രൈസ് തരുന്നത്? മനുഷ്യന്റെ ഒരു വർഷം ഫുള്ള് പോയി. നിന്നെ ഞാനിന്ന് സോറി മുട്ടേ. ആ വിട്, മുടി വിടടി. സോറി സോറി സോറി. ഓക്കെ, ഇത്തവണത്തേക്ക് ഞാൻ ക്ഷമിച്ചു. നീ മറന്നു എന്നാ ഞാൻ വിചാരിച്ചത്. എനിക്കങ്ങനെ മറക്കാൻ പറ്റുമോ? ആ ഓക്കെ ഓക്കെ. അല്ല, എന്നിട്ട് ഗിഫ്റ്റ് എവിടെ? അത് പിന്നെ എവിടെ? താ. അയ്യടാ, ഇതൊന്നും തന്ന് സോപ്പ് ഇടണ്ട. അറ്റ്ലീസ്റ്റ് ഒരു ചെല്ലടി, വാതില് തുറക്ക്. ഹാപ്പി ബർത്ത്ഡേ ആമിക്കുട്ടി. കാന്താരി, ഹാപ്പി ബർത്ത്ഡേ. ഹാപ്പി ബർത്ത്ഡേ അനിയത്തി കുട്ടി. താങ്ക് യു സോ മച്ച്. എന്നാ ഈ കേക്ക് വേഗം കട്ട് ചെയ്തേ. എന്നാ മക്കളെ, രണ്ടാളും ചെന്ന് കിടക്കാൻ നോക്ക്. ആ അതേടാ, നിങ്ങള് ചെല്ല്, റെസ്റ്റ് എടുക്ക്. രണ്ടും മഴ നനഞ്ഞു ഒപ്പിച്ചതൊക്കെ ഞങ്ങൾ അറിഞ്ഞു. അപ്പൊ ഗുഡ് നൈറ്റ്, നാളെ കാണാം. ഉറങ്ങാൻ നോക്കിട്ടോ. അപ്പൊ ബൈ, ഗുഡ് നൈറ്റ്. ശരി എന്നാ, ബൈ. ഓക്കേടാ, എന്നാ നിങ്ങള് ചെല്ല്. അപ്പോ എങ്ങനെയാ? എന്ത്? അല്ല, നിനക്കല്ലേ ഗിഫ്റ്റ് വേണം എന്ന് പറഞ്ഞത്? തരട്ടെ? ആ അത് വേണം, ഞാൻ ചോദിക്കാൻ നിക്കായിരുന്നു. എന്താണ്? നിനക്ക് മറക്കാനാവാത്ത ഒരു ബർത്ത്ഡേ ഗിഫ്റ്റ് തന്നെ ഞാൻ തരാം. ഇങ്ങോട്ട് വാടി. അച്ചു, എനിക്ക് ശ്വാസം കിട്ടില്ല കേട്ടോ, നീ ഒന്ന് നിർത്തിക്കേ. അല്ല, ഇന്നലെ എന്താ അവിടെ ഉണ്ടായേ?
പറ. ആ എനിക്കൊന്നും ഓർമ്മല്ല. ആടാ, നിനക്കൊന്നും ഓർമ്മ ഉണ്ടാവൂല. എന്നെ കൊണ്ട് പറയിപ്പിക്കണ നീ. ഓ മൈ ഗോഡ്, ആമി, ആമി, എവിടെ നീ? ഡീ, വേഗം ഇങ്ങോട്ടൊന്ന് വന്നേ. ആമി, എന്താടാ, എന്താ കാര്യം? എന്നെ ഒന്ന് താഴെ ഇറക്കിക്കാദ്യം. ഡീ, ഇത് നോക്ക്. ഇതെന്താ? ഒന്ന് തെളിയിച്ച് പറ നീ. ഡി പൊട്ടത്തിയെ, എനിക്ക് എന്റെ ഡ്രീം കമ്പനിയിൽ ജോലി കിട്ടിയെന്ന്. നാളെ തന്നെ പോയി ജോയിൻ ചെയ്യണം. ശരിക്കും? കൺഗ്രാറ്റ്സ് അച്ചു. ഞാൻ അമ്മേനോട് അച്ഛനോട് പറഞ്ഞിട്ട് വരാട്ടോ. അച്ഛാ, അമ്മേ, ഡി ചീവിടെ, എനിക്ക് ജോലി കിട്ടി. നാളെ പോയി ജോയിൻ ചെയ്യണം. ഡാ, ആപ്പിളിലോ? ആടി, അവിടെ തന്നെ. എന്റെ പൊന്നോ, ഇനി എന്തൊക്കെ കാണണം. എന്തായാലും കൺഗ്രാറ്റ്സ് ബ്രോ. പിന്നെ ചെലവ് വേണം ട്ടോ, മറക്കണ്ട. അതൊക്കെ തരാടി. നിന്റെ ആഗ്രഹം സാധിച്ചില്ലേ? സന്തോഷായി അച്ഛന്. എല്ലാം എന്റെ ആമിമോളുടെ ഐശ്വര്യാണ്. മോനെ, അമ്മക്ക് സന്തോഷായടാ. ആമി, അല്ലെങ്കിൽ വേണ്ട, ഉറങ്ങിക്കോട്ടെ. അച്ചൂടെ അവൻ പോയോ? എന്താ എന്നോട് പറയാതെ പോയത്? ആമി, ഞാൻ ഇറങ്ങാൻ ട്ടോ. അച്ചു, ഡാ, കഴിച്ചിട്ട് പോ. ഇപ്പൊ തന്നെ ലേറ്റ് ആയി. ഞാൻ അവിടുന്ന് കഴിച്ചോണ്ട്. ബൈ. ആമിമോളെ, അച്ചു വന്നില്ലേ? ഇല്ലമ്മ, വന്നിട്ടില്ല. മോളെ, സമയം കുറെ നേരായില്ലേ? മോൾ ചെന്ന് കിടക്കാൻ നോക്ക്, അവൻ വന്നോളും. ആമേ, എന്നാ ഞാൻ പോയി കിടക്കാം. ആമി, നീ കിടന്നോ? എനിക്ക് കുറച്ച് വർക്ക് ചെയ്ത് തീർക്കാനുണ്ട്. ഗുഡ് നൈറ്റ്. ശരി. ഡാ, അച്ചു, നീ എവിടെ പോയി കിടക്കായിരുന്നു ഇത്ര നേരം? ആ കൊച്ചി ഇത്ര നേരായി നിന്നെ കാത്തു നിക്കണു. അവളൊന്നും കഴിച്ചിട്ട് പോലും ഇല്ല. നീ ചെല്ല്, അവൾക്ക് എന്തോ പറ്റിയിട്ടുണ്ട്. നീ ഒന്ന് വേഗം ചെന്നേ.